വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. വിദ്യാർത്ഥികൾ കാത്തിരുന്ന +2 പരീക്ഷ റിസൾട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ +2 റിസൾട്ടുമായി ബന്ധപ്പെട്ട് ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, അതോടൊപ്പം തന്നെ അഡ്മിഷൻ സംബന്ധമായിട്ട് തുടർ പഠനവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തുടങ്ങിയ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോകളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വിശദമായിട്ട് വീഡിയോ പോകുന്നതിന് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഇത്തരത്തിൽ വീഡിയോകൾ ഷെയർ ചെയ്ത് കൊടുക്കുവാനും കൂടി ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്താം. അപ്പോൾ ഒന്നാമതായിട്ട് +2 പരീക്ഷാ റിസൾട്ടുമായി ബന്ധപ്പെട്ട് പരീക്ഷ എഴുതി വിജയിച്ച എല്ലാ വിദ്യാർത്ഥികളും കരിയർ വെയിൻ കേരളയുടെ ഭാഗത്ത് നിന്ന് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ റിസൾട്ടുമായി ബന്ധപ്പെട്ട് ചില വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയിട്ട് ആഗ്രഹിച്ച മാർക്ക് ലഭിക്കാത്ത വിദ്യാർത്ഥികളുണ്ട്. അതോടൊപ്പം തന്നെ ചില വിദ്യാർത്ഥികൾ 1 or 2 പേപ്പറിൽ ഫെയിലായിട്ടുള്ള വിദ്യാർത്ഥികളുണ്ട്. അതോടൊപ്പം തന്നെ ചില വിദ്യാർത്ഥികൾ പ്രതീക്ഷിച്ച മാർക്ക്, അതായത് വിദ്യാർത്ഥികൾക്ക് ഒന്നുകൂടി മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം ജസ്റ്റ് ആമുഖമായിട്ട് സൂചിപ്പിക്കുകയാണ്. നിലവിൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഫെയിലായിട്ടുള്ള വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഭാവി എവിടെയും നഷ്ടപ്പെട്ടിട്ടില്ല. കാരണം നിങ്ങളുടെ മുമ്പിൽ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് മറ്റു വിദ്യാർത്ഥികൾ അഡ്മിഷനിലോട്ട് പോകുന്നത് അതേ സമയത്ത് തന്നെ നിങ്ങൾക്കും അഡ്മിഷൻ എടുക്കുവാൻ സാധിക്കുന്ന രീതിയിൽ തന്നെയാണ് പരീക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സാധാരണ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതേ രീതിയിൽ തന്നെ ഈ വർഷം പരീക്ഷ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ജൂൺ 29 സ്റ്റാർട്ട് ചെയ്തിട്ട് ജൂലൈ 3 വരെയാണ് നിങ്ങളുടെ പരീക്ഷ സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ ജൂലൈ 3 പരീക്ഷ കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഉടൻ തന്നെ പരീക്ഷ റിസൾട്ട് വരികയും അതുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികളുടെ മറ്റുള്ള ഡിഗ്രി പോലുള്ള അഡ്മിഷൻ സമയത്തേക്ക് വിദ്യാർത്ഥികൾ കൂടി കൺസിഡർ ചെയ്യുന്ന രീതിയിലായിരിക്കും. അതുകൊണ്ട് അഥവാ ഫെയിലായിട്ടുള്ള വിദ്യാർത്ഥികളുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇപ്പോൾ നിരാശപ്പെടേണ്ട. നിങ്ങളുടെ സമയം കൃത്യമായ രീതിയിൽ നിങ്ങൾ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞ ജൂൺ 29 എന്ന് കൃത്യമായിട്ട് ഒരു മാസം നിങ്ങൾ മുമ്പിലുണ്ട്. ഈ ഒരു മാസം കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാർക്കോടുകൂടി തന്നെ പാസ്സാകാൻ സാധിക്കും. അതുകൊണ്ട് റീവാലുവേഷനുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥി ശ്രദ്ധിക്കുക. നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് ജൂൺ 1 വരെയാണ്. ഇപ്പോൾ നിങ്ങൾ പഠിച്ച എവിടെ നിന്നാണ് നിങ്ങൾ പരീക്ഷ എഴുതി സ്കൂളിൽ നിങ്ങൾ നേരിട്ട് പോയിട്ട് നിങ്ങൾ ഈ പറയുന്ന പരീക്ഷയ്ക്ക് വേണ്ടി അപേക്ഷ കൊടുക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഇമ്പ്രൂവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾക്കത് മാർക്ക് കൂട്ടുവാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് ഒരു വിഷയത്തിൽ ഇമ്പ്രൂവ്മെൻറ്റും ഈ പരീക്ഷയോട് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അതുമായി ബന്ധപ്പെട്ടും അപേക്ഷ കൊടുക്കാൻ നിങ്ങൾ ഈ പറയുന്ന ജൂൺ 1 നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുള്ളിൽ തന്നെ പോയിട്ട് നിങ്ങൾ പഠിച്ച സ്കൂളിൽ നിങ്ങൾ അപേക്ഷ കൊടുക്കുക. ഇനി അതോടൊപ്പം തന്നെ റീവാലുവേഷൻ, സ്വാഭാവികമായിട്ടും A+ പ്രതീക്ഷ വിദ്യാർത്ഥിക്ക് A ഗ്രേഡ് ആണ് അല്ലെങ്കിൽ B+ ആണ് കിട്ടിയിട്ടുള്ളത്. അത്തരത്തിലുള്ളവർക്കൊക്കെ അല്ലെങ്കിൽ B+ പ്രതീക്ഷിച്ചു B ഗ്രേഡ് കിട്ടിയിട്ട് അത്തരത്തിൽ വിദ്യാർത്ഥികൾക്കൊക്കെ നിങ്ങളുടെ പേപ്പർ റീവാലുവേഷൻ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ റീവാലുവേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് ശ്രദ്ധിക്കുക, ജൂൺ 3 ഇതേ രീതി നിങ്ങൾ പഠിച്ച സ്കൂളിൽ പോയിട്ട് ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾ അവിടെ നിന്ന് കിട്ടും. ആ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് നിങ്ങൾ ഒരു പേപ്പർ റീവാലുവേഷൻ കൊടുക്കുകയാണെങ്കിൽ 3 പേപ്പർ കൊടുക്കുകയാണെങ്കിൽ 3 × 500 1500, അത് ഒരു പേപ്പർ റീവാലുവേഷൻ 500 രൂപയാണ് കൊടുക്കുന്നത്. അത്തരത്തിൽ നിങ്ങൾക്ക് എത്ര പേപ്പർ നിങ്ങൾ റീവാലുവേഷൻ കൊടുക്കണമോ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് പ്രതീക്ഷയുള്ള പേപ്പർ മാത്രം കൊടുത്താൽ മതി. അല്ലെങ്കിൽ വെറുതെ നിങ്ങൾ പൈസ നഷ്ടപ്പെടുത്തരുത്. അപ്പോൾ പൈസ തിരിച്ച് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പുണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ റീവാലുവേഷൻ നിങ്ങൾ ഒരു പേപ്പറിന് 500 സൈതും നിങ്ങൾ എത്രയാണ് പേപ്പർ കൊടുക്കുന്നത് അത് നിങ്ങൾ ജൂൺ 3 നിങ്ങളുടെ സ്കൂളിൽ പോയിട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് നിശ്ചിത പൈസ നിങ്ങൾ പ്രിൻസിപ്പൽ സൈഡും കൊടുത്ത് നിങ്ങൾ പൂർത്തീകരിക്കുക. അതേപോലെ സ്ക്രൂട്ടിനിറ്റി, അതായത് നിങ്ങൾക്ക് സൂക്ഷ്മ പരിശോധന നടത്തണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ പരീക്ഷയുടെ ഫോട്ടോ കോപ്പി നിങ്ങൾക്ക് ഈ പറയുന്ന 3 സംവിധാനം നിങ്ങൾക്ക് ജൂൺ 3 വരെ അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നതാണ്. സൂക്ഷ്മ പരിശോധനക്കാണെങ്കിൽ നിങ്ങൾ ഒരു പേപ്പറിന് 100 രൂപയും ഫോട്ടോ കോപ്പി ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു പേപ്പറിന് 300 രൂപയുമാണ് നിങ്ങൾ ഫീസായിട്ട് കൊടുക്കേണ്ടത്. ഇക്കാര്യം ഉറപ്പെടുത്തുന്നു. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഉൾപ്പെടെയുള്ള ഒഴികെയുള്ള സബ്ജക്റ്റുകൾക്കാണ് ഈ രീതിയിൽ റിവാലുവേഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന സൂക്ഷ്മ പരിശോധനയ്ക്ക് ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അടുത്തത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പറയാനുള്ളത്. വിദ്യാർത്ഥികൾ റിസൾട്ട് വന്നു, ഇനി എന്തൊക്കെ കാര്യങ്ങളുണ്ട് അതിൽ ഒന്നാമത് ഈ വീഡിയോയിൽ പറയുവാൻ ആഗ്രഹിക്കുന്ന ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നേരത്തെ ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് പല കോളേജുകളും അപേക്ഷ ആരംഭിച്ചിരുന്നു. അപ്പോൾ പലപ്പോഴും വിദ്യാർത്ഥി സംശയമാണ് റിസൾട്ട് വരാതെ. അപ്പോൾ അത്തരത്തിലെ വിദ്യാർത്ഥികൾക്കൊക്കെ വേണ്ടിയിട്ട് റിസൾട്ട് വരുന്നത് വരെ വിദ്യാർത്ഥികളുടെ അപേക്ഷ പല കോളേജുകളും എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിലവിൽ വിദ്യാർത്ഥികൾക്ക് ആദ്യമായി കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള MG യൂണിവേഴ്സിറ്റി ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷനും ആരംഭിച്ചിരിക്കുകയാണ്. ഓൺലൈൻ അപേക്ഷ ആരംഭിച്ചിരിക്കുകയാണ്. വിദ്യാർത്ഥികൾ വളരെ കൃത്യമായ രീതിയിൽ നിങ്ങൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് മാത്രം നിങ്ങൾ അപേക്ഷ കൊടുക്കുക. അതേപോലെ നേരത്തെ തന്നെ പല ഓട്ടോണമസ് കോളേജുകൾ, അതായത് ഫറൂഖ് കോളേജ് ഉൾപ്പെടെയുള്ള കോഴിക്കോട് ഫറൂഖ് കോളേജ് ഉൾപ്പെടെയുള്ള പല ഓട്ടോണമസ് കോളേജുകളും ഡിഗ്രി അഡ്മിഷൻ നേരത്തെ തന്നെ അപേക്ഷ ആരംഭിച്ചിരുന്നത്. MES മമ്പാട് പോലെയുള്ള ഫറൂഖ് കോളേജ് പോലെയുള്ള ഓട്ടോണമസ് കോളേജ് നേരത്തെ തന്നെ അപേക്ഷ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ റിസൾട്ട് വന്ന സ്ഥിതിക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ പറയുന്ന ഓട്ടോണമസ് കോളേജിലും ഇപ്പോൾ അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ രീതിയിലുള്ള ഒരു ധാരണ ഉണ്ടാക്കി വെക്കുക. നിങ്ങൾ ഏത് കോഴ്സാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നത്, ഡിഗ്രി നിങ്ങൾ +2 നിങ്ങളുടെ മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ടാണെങ്കിൽ, നിങ്ങൾ സയൻസ് മേഖലയിലവരാണെങ്കിൽ സയൻസ് മേഖല സബ്ജക്റ്റ്, കൊമേഴ്സ് മേഖലയാണ് കൊമേഴ്സ് മേഖലയിലെ BCom BBA പോലുള്ള സബ്ജക്റ്റ്, ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന BA ഹിസ്റ്ററി, സോഷ്യോളജി
ആ രീതിയിൽ പൊളിറ്റിക്കൽ സയൻസ് പോലെ സബ്ജക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് ഏതാണെന്ന് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ കണ്ടെത്തി അതുമായി ബന്ധപ്പെട്ടുള്ള പരമാവധി ഗവൺമെൻറ് കോളേജുകൾ അതേപോലെ എയ്ഡഡ് കോളേജുകൾ അതിനുശേഷം സെൽഫ് ഫിനാൻസ് കോളേജ് ആ ഒരു പ്രയോറിറ്റിയിൽ നിങ്ങൾ അപേക്ഷ കൊടുക്കണം. അപ്പോൾ ഇനി അങ്ങോട്ട് ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള A to Z കാര്യങ്ങൾ കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട MG യൂണിവേഴ്സിറ്റി ഇപ്പോൾ അപേക്ഷ വിളിച്ചു. തൊട്ടടുത്ത വീട്ടിൽ MG യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി അഡ്മിഷൻ അപേക്ഷ എങ്ങനെയാണ് കൊടുക്കേണ്ടത് അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതേപോലെ അപേക്ഷ കൊടുക്കേണ്ട വിധം, എഡിറ്റ് ചെയ്യേണ്ട വിധം, ട്രയൽ അലോട്ട്മെൻറ്റ്, ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഇത്തരത്തിലുള്ള മുഴുവൻ കാര്യങ്ങളും ഓൺലൈൻ ത്രൂ ആയതുകൊണ്ട് ഇതിന് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ അറിഞ്ഞില്ല എങ്കിൽ നിങ്ങൾ അഡ്മിഷൻ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും പരമാവധി നമ്മുടെ ചാനൽ ത്രൂ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ ബെല്ലൈക്കൻ എനാബിൾ ചെയ്തില്ലെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കാനും പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കണം ഉറപ്പെടുത്തുകയാണ്. MG യൂണിവേഴ്സിറ്റി കഴിഞ്ഞാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി, ഇനി മറ്റു കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ ഡിഗ്രി റെഗുലർ ആണെങ്കിലും ഡിസ്റ്റൻസ് ആണെങ്കിലും കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട എല്ലാ യൂണിവേഴ്സിറ്റികളും അപ്ഡേറ്റ് വരാനിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട ഓരോ യൂണിവേഴ്സിറ്റിയും അപ്ഡേറ്റുകൾ കൃത്യമായിട്ട് നമ്മുടെ ചാനൽ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ തൊട്ടടുത്ത വീഡിയോയിൽ MG യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി അഡ്മിഷൻ എങ്ങനെ അപേക്ഷ കൊടുക്കാം എന്ന് നമുക്ക് നോക്കാം. അതുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികൾ കൂടി തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി പരമാവധി നിങ്ങൾ സുഹൃത്തുക്കൾ കൂടി ഇത്തരത്തിലുള്ള സന്ദേശം ഷെയർ ചെയ്ത് കൊടുക്കാൻ ഉറപ്പെടുത്തുന്നു. പുതിയൊരു അപ്ഡേറ്റ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ തൽക്കാലം ഇവിടെ ഇറ്റ്സ് മീ സമാധാന ചിരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.